ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സോളോ ലെവലിംഗ് സീസൺ 2 13ാമത്തെ എപ്പിസോഡാണ്, അതായത് ഫൈനൽ എപ്പിസോഡ്. സോ നിങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കാർഡിലും ലിങ്ക് കൊടുക്കാം, പെട്ടെന്ന് പോയിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ സോളോ ലെവലിംഗ് അവസാനിക്കുന്നതുകൊണ്ട് അടുത്ത അനിമേ ഏത് ചെയ്യണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. അനിമേ മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ട മാങ്കയോ അല്ലെങ്കിൽ മങ്വയോ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഏതായാലും ഞാനത് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും, എന്നിട്ട് സാവധാനം എല്ലാം ചെയ്യും. സോ വീഡിയോക്ക് ലൈക്ക് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ Anime lovers, once again, welcome back to Animo Exposure. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ചാഹേനെ രക്ഷിക്കാൻ വേണ്ടി അവളുടെ അടുത്തിരിക്കുന്ന ജിൻബു അവിടെ ക്യാമറ പിടിച്ചു നിൽക്കുന്ന ഹണ്ടറിനോട് നീ ആ ക്യാമറ ഓഫാക്ക്, അല്ലെങ്കിൽ ഞാനത് പൊട്ടിക്കും എന്ന് ജിൻബു പറയുന്നത് കേട്ട് അവനത് ഓഫ് ചെയ്യുന്നു. ശേഷം ടസ്ക് ബ്യോങ്കുവിന്റെ ശവശരീരം ജിൻബുവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കിടത്തി. ഇത് കണ്ട് യൊൻഹോ ജിൻബുവിനോട് ഹണ്ടർ സങ്, നിങ്ങൾ ബ്യോങ്കുവിനെ എന്താ ചെയ്യുന്നേ? അപ്പോ ജിൻബുവിന്റെ നോട്ടിഫിക്കേഷനിൽ ഷാഡോ എക്സ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുന്നു. ഞാൻ നിങ്ങളോടല്ല ചോദിക്കുന്നേ, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഇപ്പൊ സമയമില്ല, നിങ്ങൾ കുറച്ചുനേരം മിണ്ടാതിരിക്കെ എന്ന് പറഞ്ഞ് ജിൻബു ബ്യോൻഗുവിന്റെ ബോഡിയുടെ അടുത്ത് വന്ന് അറൈസ് പറയുന്നു. അങ്ങനെ ബ്യോൻഗുവിന്റെ ഷാഡോ എക്സ്ട്രാക്ട് ആയി. ഇതേ സമയത്ത് ഐലൻഡിന്റെ പുറത്ത് രക്ഷപ്പെട്ട ജപ്പാൻ ഹണ്ടേഴ്സിനോട് അവരുടെ മാസ്റ്റർ പറഞ്ഞ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവരോട് തയ്യാറാവാൻ പറയുന്നു. അത് കേട്ട ആ കൂട്ടത്തിലെ പേടിച്ചു നിൽക്കുന്ന ഹണ്ടർ, നിങ്ങളെന്താ തമാശ പറയാണോ? ഈ ഭീകരമായിട്ടുള്ള ഐലൻഡിലേക്ക് ഞങ്ങളോട് വീണ്ടും പോവാനാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് അങ്ങനെ പറയാം, കാരണം നിങ്ങൾ അതിനെ കണ്ടിട്ടില്ലല്ലോ. മിസ്റ്റർ ഗോട്ടോയെ അതാണ് കൊന്നത്. ആ പുതിയതായിട്ട് വന്ന ജന്തു ചത്തു. അതിനെ കൊന്നത് ഒരു ജാപ്പനീസ് ഹണ്ടർ ആണെന്ന് തോന്നുന്നു എന്ന് ഇയാള് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്ത്, അത് ചത്തുപോയെന്നോ? അതെ, ഇനിയും നിങ്ങൾക്ക് അവിടേക്ക് പോകാൻ കഴിയില്ലേ? അത് കേട്ട് ആ പേടിച്ച് നിൽക്കുന്ന ഹണ്ടർ ഒന്നും മിണ്ടുന്നില്ല. ഇവിടെ ബ്യോങ്കുവിനെ ജിൻബു എക്സ്ട്രാക്ട് ചെയ്തത് കണ്ട് അവന്റെ പുറകിൽ നിൽക്കുന്ന എല്ലാ ഹണ്ടേഴ്സും ഷോക്കായി. മരണത്തെ കൺട്രോൾ ചെയ്യാനുള്ള ശക്തിയോ? അപ്പോ ഇതൊരു സാധാരണ മാജിക് പവർ അല്ല എന്ന് മാ പറയുമ്പോ ജിൻബു യൊൻഹോയോട്, ഞാൻ അവന്റെ ശബ്ദം കേട്ടു, അതിൽ അവൻ എന്നോട് പറഞ്ഞത് അവന്റെ പവർ ഉപയോഗിക്കാനാണ്. അപ്പൊ ഷാഡോ ആയിട്ട് മാറിയ ബ്യോങ്കു അവന്റെ പവർ കൊണ്ട് പെട്ടെന്ന് തന്നെ ചാഹേനെ ഹീൽ ചെയ്യുന്നു. ഇവൻ ജീവിച്ചിരുന്നപ്പോ എന്ത് തരത്തിലുള്ള മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ഓർഡർ ഇല്ലാഞ്ഞിട്ട് പോലും അവൻ ചാഹേനെ ട്രീറ്റ് ചെയ്തു. അവൻ നല്ലൊരു മനുഷ്യനാണ് എന്ന് ജിൻബു പറയുന്നു. അപ്പൊ അവന്റെ പുറകിലുള്ള ഹണ്ടേഴ്സ്, ശരിയാണ്, ഈ ഒരു ശക്തി ഒരിക്കലും പുറത്തുള്ള ജനങ്ങൾ കാണാൻ പാടില്ല. യുദ്ധത്തിന്റെ പവർ കൂടി വരുന്നതിനനുസരിച്ച് അവന്റെ പവറും കൂടും. എന്തൊരു ഭയാനകമായ പവറാണിത് എന്ന് അവര് പറയുന്നു. ശേഷം യൊൻഹോ ജിൻബുവിനോട്, ഹണ്ടർ സങ്, നിങ്ങളൊരു ഹണ്ടറായിട്ട് വീണ്ടും ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ബ്യോങ്കുവിന്റെ പവർ നിങ്ങൾക്ക് നല്ലതുപോലെ ഉപകാരമായിരിക്കും. പക്ഷേ അവന് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഇനിയും നിങ്ങൾ അവനെ യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോകണ്ട എന്ന് യൊൻഹോ ജിൻബുവിന്റെ തോളത്ത് കൈവച്ച് പറയുന്നു. അപ്പൊ ജിൻബു, ഇതെന്ന് റെഡ് ഗേറ്റിൽ വെച്ച് സംഭവിച്ചതുപോലെയുണ്ട്. അന്നത്തെ പോലെ നിങ്ങൾ എന്റെ ഷോൾഡറിൽ പിടിച്ചു, പക്ഷേ ഈ പ്രാവശ്യം നിങ്ങൾ എനിക്ക് ഉത്തരവിടുന്നതല്ല, പകരം സത്യസന്ധമായിട്ട് അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഞാനും അതുപോലെ തന്നെയാണ് ചിന്തിച്ചത് എന്ന് പറഞ്ഞ ജിൻബു ബ്യോങ്കുവിന്റെ എക്സ്ട്രാക്ഷൻ ക്യാൻസൽ ചെയ്തു. അങ്ങനെ അവസാനമായിട്ട് യൊൻഹോയെ നോക്കി ബ്യോങ്കു ഒന്ന് ചിരിച്ചിട്ട് മുഴുവനായിട്ടും ഇല്ലാതായി. അതുകൊണ്ട് യൊൻഹോയ്ക്കും സന്തോഷമാവുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് ജിൻബുവും ബാക്കിയുള്ളവരും ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നത് കണ്ട് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് ദേഷ്യപ്പെടുന്ന ജപ്പാൻ ഹണ്ടേഴ്സിന്റെ ചെയർമാനെയാണ്. അവരെങ്ങനെയാ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നേ? അവൻ എങ്ങനെയാ അവിടേക്ക് എത്തിയത്? ഞാൻ വിചാരിച്ചത് അവൻ അവിടേക്ക് വരില്ല എന്നാണ്. അത് കേട്ട് കൺട്രോൾ റൂമിലുള്ള ആള്, അത് ഞങ്ങൾക്കും എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ അവൻ അവിടേക്ക് പെട്ടെന്ന് വന്നതാണ്. അത് കേട്ട് ജപ്പാൻ ഹണ്ടേഴ്സിന്റെ ചെയർമാൻ, അതെങ്ങനെ സാധിക്കും? ഞങ്ങളുടെ 10ഓളം എസ്ട്രാങ് ഹണ്ടേഴ്സിൽ 7 പേരെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ചെയർമാനോട് കൺട്രോൾ റൂമിലുള്ള ആള്, മാസ്റ്റർ, ഇനിയെന്നാ നിങ്ങൾ പറഞ്ഞ പ്ലാൻ ആരംഭിക്കട്ടെ. ഇനിയും അവിടെ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ നമുക്ക് സാധാ ഡഞ്ചൻ ഗേറ്റുകളിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുപോലെ ബാക്കിയുള്ള രാജ്യങ്ങൾക്കിടയിൽ നമ്മുടെ രാജ്യത്തിന്റെ പവർ കുറയും. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? അത് കേട്ട് ചെയർമാൻ, അവരോട് അവിടെ നിന്ന് തിരിച്ചു പോവാൻ പറ, എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞ് അയാൾ ദേഷ്യപ്പെടുന്നു. ഇതേ സമയത്ത് എല്ലാ ഉറുമ്പുകളുടെയും കൺട്രോൾ നഷ്ടപ്പെട്ടതുകൊണ്ട് അവറ്റങ്ങളൊക്കെ തോന്നിയതുപോലെ പറന്നു പോകുന്നു. അതുകൊണ്ട് തടയാൻ നിൽക്കുന്ന ഹണ്ടേഴ്സ് ഒരുപാട് ബുദ്ധിമുട്ടുന്നു. ഇപ്പോ ചാഹേനെയും കൊണ്ട് ബാക്കിയുള്ള എസ്ട്രാങ് ഹണ്ടേഴ്സ് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഹെലികോപ്റ്ററിൽ കയറി പോകാൻ തുടങ്ങുന്നു. സാഹചര്യം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഹണ്ടർ ലിം പറയുന്നു. അത് കേട്ട് മറ്റൊരു ഹണ്ടർ, ഇവറ്റങ്ങളെല്ലാം പറന്ന് മെയിൻ ലാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ പോകാനൊരു വഴി ഉണ്ടാവില്ല. അത് കേട്ട് ചോയി, നമ്മൾ ഇവിടുന്ന് പോവാണ്, എത്രയും പെട്ടെന്ന് വണ്ടി എടുക്ക്. അപ്പൊ ഹണ്ടർ സങ് എന്ത് ചെയ്യും? അവൻ അവിടെ നിന്ന് ബാക്കിയുള്ള ഉറുമ്പുകളെയും അതിന്റെ മുട്ടയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഹണ്ടർ ലിം. അപ്പൊ ചോയ്, നിർഭാഗ്യവശാൽ ഈ ഒരു സാഹചര്യം കാരണം നമുക്ക് അവനെ സഹായിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും അവൻ ഇവളുടെ ജീവൻ രക്ഷപ്പെടുത്തി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഹണ്ടർ ചാഹേനെ മെഡിക്കൽ ടീമിന്റെ അടുത്തേക്ക് എത്തിക്കണം. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ജിൻബു അവന്റെ ഷാഡോസിനെ ഉപയോഗിച്ച് ബാക്കിയുള്ള ഉറുമ്പിനെയും അതിന്റെ മുട്ടയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡീമൺ മൊണാർക്കിനെ തോൽപ്പിച്ചപ്പോൾ കിട്ടിയ വാളുകൊണ്ട് ജിൻബുവും ഒരുപാട് ഉറുമ്പിനെ കൊല്ലുന്നുണ്ട്. ഇതൊക്കെ ഒരു സാധാ മുട്ടയാണെങ്കിൽ പോലും അവൻ അതില്ലാതാക്കുന്നതിനനുസരിച്ച് അവന്റെ ലെവലും കൂടി വരുന്നുണ്ട്.
അങ്ങനെ എല്ലാത്തിനെയും ഇല്ലാതാക്കുന്നതോടെ അവന്റെ ലെവൽ 100ലേക്ക് എത്തി. ശേഷം ജിൻബു അവൻ കൊന്നിട്ട ആ കറുത്ത ഉറുമ്പിന്റെ അടുത്തേക്ക് വരുന്നു. ഇത് ചത്തിട്ടും ഇതിന്റെ അകത്ത് നിന്ന് ശക്തമായ ഓറ പുറത്തേക്ക് വരുന്നുണ്ട്. അറൈസ് എന്ന് പറഞ്ഞ് ജിൻബു അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. അപ്പൊ ജിൻബുവിന് ചുറ്റും പെട്ടെന്ന് ഡാർക്ക്നെസ് വരാൻ തുടങ്ങി. അവൻ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ചിലപ്പോ ഈ എക്സ്ട്രാക്ഷൻ ഫെയിൽ ആയോ എന്ന് ജിൻബു ചിന്തിക്കുമ്പോ ആ ഉറുമ്പിന്റെ ഷാഡോ ഒരു മുട്ട പൊട്ടി പുറത്തേക്ക് വരുന്ന രീതിയിൽ എക്സ്ട്രാക്ട് ആയി വന്നു. ഞാൻ വിചാരിച്ചു ഇത് ഫെയിൽ ആയെന്ന്. എന്നാ ശരി, ഇപ്പൊ ബാക്കിയുള്ള ഉറുമ്പുകൾ എന്ന് പറഞ്ഞ് ജിൻബു തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോ ആ ഷാഡോ അവനെ രാജാവെന്ന് വിളിച്ചു. അത് കേട്ട് ഷോക്കാവുന്ന ജിൻബു, നിനക്ക് സംസാരിക്കാൻ പറ്റുമോ? അതെ. എന്തുകൊണ്ടാ ഇതിനു മാത്രം സംസാരിക്കാൻ കഴിയുന്നത്? ബാക്കിയുള്ളതൊന്നും അങ്ങനെയല്ലല്ലോ എന്ന് ജിൻബു ചിന്തിക്കുമ്പോ, എന്റെ രാജാവേ, ദയവ് ചെയ്ത് എനിക്കൊരു പേര് തരണം എന്ന് പറഞ്ഞ് ആ ഉറുമ്പ് ജിൻബുവിന് മുന്നിൽ മുട്ടുകുത്തി. അപ്പൊ ജിൻബു നോക്കുമ്പോ അതിന്റെ റാങ്ക് അവൻ ഇതുവരെ കാണാത്ത ജനറൽ റാങ്കാണ്. ഞാൻ ആദ്യമായിട്ടാണല്ലോ ഈ ഒരു റാങ്ക് കാണുന്നത്. ഈ റാങ്കിന്റെ വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണോ ഇവന് സംസാരിക്കാൻ കഴിയുന്നത് എന്ന് ചിന്തിക്കുന്ന ജിൻബു ആ ഷാഡോയോട്, ഞാനാണ് നിന്നെ കൊന്നത്, അതുകൊണ്ട് നീ ഇപ്പോഴും ഞാൻ പറയുന്നത് അനുസരിക്കാൻ തയ്യാറാണോ? അതിനാ ഷാഡോ, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ എന്റെ രാജാവിന്റെ പവറിലൂടെ പുനർജനിച്ചു. ഇപ്പോഴെന്റെ ഹൃദയം മുഴുവൻ സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് താഴ്മയായി രാജാവ് എനിക്കൊരു പേര് തരണം. ഇത് കേൾക്കുന്ന ജിൻബു ആ ഷാഡോയ്ക്ക് ബെറു എന്ന് പേര് കൊടുത്തു. ഇനി മുതൽ നിന്റെ പേര് ബെറു എന്നാണ്. എനിക്ക് ഇത്രയും നല്ല പേര് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് രാജാവേ. ഇതിനുശേഷം ജിൻബു അവിടെ ചത്തു കിടക്കുന്ന ബാക്കിയുള്ള എല്ലാ ഉറുമ്പുകളുടെയും ഷാഡോ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ഇതേ സമയത്ത് പുറത്ത് ബാക്കിയുള്ള എല്ലാ ഹണ്ടേഴ്സും പറന്നു വരുന്ന ഉറുമ്പുകളെ കഷ്ടപ്പെട്ട് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബെറു ജിൻബുവിനോട്, ഏകദേശം 4000 ഉറുമ്പുകളുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് അത് ലക്ഷ്യമില്ലാതെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇവറ്റങ്ങൾ ഒരുപാടുണ്ട്, അതുകൊണ്ട് നിനക്കതിന്റെ എണ്ണം കുറയ്ക്കാൻ പറ്റുമോ? എനിക്ക് പറ്റും. നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിനുള്ള ഓർഡർ തന്നാലും. അപ്പൊ ജിൻബു ഗോ എന്ന് പറയുന്നു. ഉടനെ ബെറു അവറ്റങ്ങളെ എല്ലാം കൊല്ലാൻ പോവുകയാണ്. ഇതേ സമയത്ത് പറന്നു വരുന്ന ഉറുമ്പുകളെ കരയിൽ നിന്ന് കൊല്ലുന്ന മിസ്റ്റർ സോങ്ങിന്റെ അടുത്തേക്ക് ഒരു ഉറുമ്പ് അദ്ദേഹത്തെ കൊല്ലാൻ പറന്നു വരുന്നു. പെട്ടെന്ന് ആ ഉറുമ്പ് പല കഷ്ണങ്ങളായി ഇല്ലാതായി. ഉടനെ ഒരു ഇടിമിന്നൽ പോലെ അവിടെയുള്ള എല്ലാ ഉറുമ്പിനെയും ബെറു ഇല്ലാതാക്കി. അത് കാണുന്ന മിസ്റ്റർ സോങ്, അവൻ നമ്മളെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നു. അപ്പൊ ഷോക്കായി നിൽക്കുന്ന ജോഹയ്ക്ക് അത് ജിൻബു ആയിരിക്കും എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതേ സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന എസ്ട്രാങ് ഹണ്ടേഴ്സിന്റെ ഹെലികോപ്റ്ററിന് നേരെ ഒരുപാട് ഉറുമ്പുകൾ പറന്നു വരുന്നു. അവരെങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അവറ്റങ്ങളെയൊക്കെ തള്ളി മാറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരുപാട് ഉറുമ്പ് വരുന്നതുകൊണ്ട് അവരുടെ ഷീൽഡ് തകർന്നു. അങ്ങനെ ഒരുപാട് ഉറുമ്പുകൾ അവർക്ക് നേരെ വരുമ്പോ പെട്ടെന്ന് കൈസലിന്റെ പുറത്ത് വന്ന ജിൻബു അവറ്റങ്ങളെല്ലാം ഒരേ അറ്റാക്കിൽ ഇല്ലാതാക്കി അവരെ മുന്നോട്ട് പോകാൻ സഹായിച്ചു. അപ്പോൾ അത് കാണുന്ന ഹണ്ടേഴ്സ്, അവൻ നമ്മളെ അവസാനം വരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ കൈസലിന്റെ പുറത്തിരിക്കുന്ന ജിൻബു, ഇനി അവർക്ക് സേഫ് ആയിട്ട് രക്ഷപ്പെടാം എന്ന് പറയുന്നു. ഇതിന്റെ എല്ലാത്തിന്റെ അവസാനം അവിടെ നിന്ന് പറന്നു പോകാൻ ശ്രമിച്ച ഉറുമ്പുകളെ എല്ലാ ഹണ്ടേഴ്സും ചേർന്ന് തടഞ്ഞു. കൂടാതെ നമ്മുടെ എസ്ട്രാങ് ഹണ്ടേഴ്സ് സുരക്ഷിതമായി തിരിച്ചു വന്നു. കോമയിലായിരുന്ന ഹണ്ടർ ചാഹേനെ ഉടനെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയച്ചു. ഈ യുദ്ധത്തിൽ നമ്മൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മളെല്ലാ പ്രശ്നത്തെയും ആ ഐലൻഡ് വിട്ടു പോവാതെ വിജയകരമായി തടഞ്ഞു നിർത്തി. അങ്ങനെ ഈ 4ാമത്തെ ജെജു ഐലൻഡ് റെയ്ഡ് നമ്മുടെ വിജയത്തോടെ അവസാനിച്ചു എന്ന് അവര് ജയിച്ചതിന്റെ സന്തോഷത്തില് പ്രസിഡന്റ് ഗോ പറയുന്നു. അടുത്ത സീനില് മറ്റൊരു രാജ്യത്തേക്ക് വരുന്ന ഉറുമ്പുകളെ കപ്പലുമായിട്ട് കുറച്ച് ആൾക്കാർ തടയാൻ നിൽക്കുന്നു. ഇവറ്റങ്ങൾക്ക് വേണ്ടി നമ്മൾ 2 ദിവസമായി ഇവിടെ കാത്തു നിൽക്കുന്നു. എന്നാ ക്യാപ്റ്റൻ പറയുമ്പോ, പെട്ടെന്ന് ആ മേജുകളോട് വരാൻ പറയാം. വേണ്ട, അവിടെ നിൽക്ക്, അവറ്റങ്ങളെ നമ്മുടെ ഹീറോ നോക്കിക്കോളും. അപ്പൊ കപ്പലിന്റെ മുകളിലിരിക്കുന്ന ഒരു ഹണ്ടർ എഴുന്നേറ്റ് അവന്റെ 2 കത്തിയെടുത്ത് ആ ഉറുമ്പുകളെ അറ്റാക്ക് ചെയ്യുന്നു. ഒരേ ഒരു അറ്റാക്കില് അവിടെയുള്ള എല്ലാ ഉറുമ്പും ഇല്ലാതായി. ഈ ചെറിയ ഉറുമ്പുകൾക്ക് പകരം ആ കറുത്ത ഉറുമ്പായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരുന്നേനെ എന്ന് ഈ ഒരു ഹണ്ടർ പറയുന്നു. ഇതിനുശേഷം ജെജു ഐലൻഡ് മിഷൻ കഴിഞ്ഞ് അടുത്ത ദിവസം മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി ഒരു സ്മാരകമുണ്ടാക്കി അവിടെ വന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ആ കൂട്ടത്തിൽ അവിടേക്ക് നമ്മുടെ ജിൻബുവും വരുന്നു. ജിൻബുവിനെ കാണുന്ന അവിടെയുള്ള റിപ്പോർട്ടേഴ്സ്, ഹണ്ടർ സങ് ജിൻബു ആ റെയ്ഡിൽ നല്ലൊരു കാര്യമാണ് ചെയ്തത്. കുറച്ച് ആൾക്കാർ പറയുന്നത് അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ആ റെയ്ഡ് ജയിക്കില്ലായിരുന്നു എന്നാണ്. അതുപോലെ കുറച്ചുപേര് പറയുന്നത് അദ്ദേഹം അവിടേക്ക് കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു എന്നാണ്. ഇപ്പൊ ജിൻബു അവിടെ പൂ വെച്ച് തല കുനിച്ച് നടന്നു വരുന്നു. അപ്പൊ അവന്റെ സൈഡിലൂടെ പോകുന്ന യൊനഹോ, നീ നിന്റെ തല ഉയർത്തിപ്പിടിക്ക്, ആൾക്കാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ ഇത്രയും വലിയൊരു ദുരന്തത്തിന് അവസാനമിട്ടത് അത് നീയാണ്. അത് കേട്ട് ജിൻബു അവിടെ നിന്ന് നടന്നു പോകുന്നു. അപ്പൊ ജിൻബുവിനെ കാണാൻ വേണ്ടി അവിടേക്ക് പ്രസിഡന്റ് ഗോ വരുന്നുണ്ട്. ഈ 4ാമത്തെ ജെജു ഐലൻഡ് റെയ്ഡിനെ നിങ്ങൾ സഹായിച്ചതിന് മുഴുവൻ ഹണ്ടർ അസോസിയേഷന്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. ഹേയ്, അതൊന്നും വേണ്ട, ഞാൻ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ ഹണ്ടർ മിൻ ബ്യോങ്കുവിനെ നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നു. പക്ഷേ നീ വന്നതുകൊണ്ട് നമ്മുടെ 5 ഹണ്ടേഴ്സും ഒരുപാട് ജനങ്ങളും രക്ഷപ്പെട്ടു. അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് ഒരു ദിവസം നീ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ നിനക്ക് ഒരു പ്രതിഫലം തിരിച്ചു തന്നിരിക്കും. അതുപോലെ നിങ്ങളുടെ ഭാവിയിലെ പ്ലാൻ എന്തൊക്കെയാണ്? ആ ഭാവിയിലെ പ്ലാനോ? അതെ, നീ കഴിഞ്ഞ റെയ്ഡിൽ ഈ ലോകത്തിന് നിന്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് ലോകത്തിലുള്ള ആരും നിന്നെ ഇനി അവഗണിക്കാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും നിന്നെ ഒരുപാട് പേര് വന്ന് ക്ഷണിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ചോദിക്കാം, ഹണ്ടർ സങ്, അതുകൊണ്ട് നിന്റെ ഈ ഒരു പവർ ഉപയോഗിച്ച് നീ ഭാവിയിൽ എന്ത് ചെയ്യാനാണ് പോകുന്നത്? അത് കേട്ട് ജിൻബു കുറച്ചു നേരം ആലോചിച്ചിട്ട്, ഞാൻ സ്വന്തമായിട്ട് ഒരു ഗിൽഡ് ആരംഭിക്കാൻ പോവാണ് എന്ന് പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്താൽ കുറച്ച് ഹണ്ടേഴ്സ് ചത്ത് കിടക്കുന്ന ഉറുമ്പുകളെ ക്ലീൻ ചെയ്ത് സ്റ്റോൺസ് കളക്ട് ചെയ്യാൻ വേണ്ടി വരുന്നു. ഹേ ഗിൽഡ് മാസ്റ്റർ, നമ്മൾ സ്മാരകത്തിന്റെ അവിടേക്ക് പോവാതെ ഇവിടേക്ക് എന്തിനാ വന്നേ? എടാ മണ്ടന്മാരെ, ശത്രുക്കളുടെ അവസ്ഥ
അവസ്ഥ മനസ്സിലാക്കി അവറ്റങ്ങളെ ക്ലീൻ ചെയ്ത് ഇവിടെയുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. ഇതിലൂടെ എത്ര വിശ്വസ്തരാണ് നമ്മളെന്ന് അവർക്ക് മനസ്സിലാവും എന്ന് പറയുന്ന അവരുടെ ആ ലീഡർ അവിടെ ജീവനോടെയുള്ള ഒരു ഉറുമ്പിനെ വെട്ടിക്കൊല്ലുന്നു. എന്നിട്ട് അയാള് ചെയ്യാനുള്ള ജോലി ശബ്ദം ഉണ്ടാക്കാതെ ചെയ്യണം. ഓ, നമ്മുടെ ഗിൽഡ് മാസ്റ്റർ അടിപൊളിയാണ് എന്ന് അവര് പറയുമ്പോ അവിടേക്ക് ഒരു വിചിത്രമായിട്ടുള്ള മനുഷ്യൻ നടന്നു വരുന്നു. ഹേയ്, ആരാടാ നീ? ഈ സ്ഥലത്തേക്ക് സാധാരണക്കാർക്ക് പ്രവേശനമില്ല, പിന്നെ നീ എന്താ ഇവിടെ ചെയ്യുന്നേ? എന്തൊക്കെയാ ഇവന്മാരീ പറയുന്നേ? നിങ്ങൾ ആരൊക്കെയാ എന്ന് ഈ വന്നവൻ തിരിച്ചു ചോദിക്കുമ്പോ അവർക്ക് അവൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് അവിടേക്ക് വരുന്ന മറ്റൊരാള് അയാളുടെ കൈ ഞൊടിക്കുമ്പോ അവരെല്ലാവരും ബോധം കെട്ട് താഴെ വീഴുന്നു. നീ എന്താ ഇപ്പൊ ചെയ്തേ? അവന്മാര് വളരെ ഒച്ചയും ബഹളവും, അതുകൊണ്ട് ഞാൻ അവരെ ഒന്ന് ഉറക്കത്തിലേക്ക് പറഞ്ഞയച്ചതാ. അതിരിക്കട്ടെ, നീ അത് ഉറപ്പിച്ചോ? അതെ, അത് അവന്റെ പവർ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അവൻ മനുഷ്യന്മാരെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ വിചിത്രമായിട്ടുള്ള പെരുമാറ്റം ഇതാദ്യമായിട്ടൊന്നുമല്ലല്ലോ. നീ വേണമെങ്കിൽ അവനോട് പോയി ചോദിക്ക്. എനിക്ക് അവനെ കാണാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ അവനോട് ചോദിക്കും. അതുപോലെ നമ്മൾ ഇവിടേക്ക് വന്ന ജോലി അവസാനിച്ചു, ഇവിടുന്ന് പോവാം എന്ന് പറഞ്ഞ് ഒരു പോർട്ടൽ ഉണ്ടാക്കി ഇവൻ അവിടുന്ന് പോവാൻ തുടങ്ങുമ്പോ നമുക്ക് ഇവിടുന്ന് പോവാമല്ലോ അല്ലേ? അതെ, നമുക്ക് ഈ സ്ഥലം അവന് വിട്ടുകൊടുക്കാം. അപ്പൊ നീ ഇതിൽ ഇടപെടുന്നില്ലേ? നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ വേട്ട നടക്കും, അതിലൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞ് ഇവൻ അവിടുന്ന് പോകുന്നു. അതുപോലെ മറ്റവൻ ഒരു പോർട്ടൽ ഉണ്ടാക്കി അവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈ കാര്യമെങ്ങാനും ആ സ്ത്രീ കണ്ടാൽ അവള് വലിയ പ്രശ്നമുണ്ടാക്കും എന്ന് പറഞ്ഞ് ആ പോർട്ടലിലൂടെ ഇവനും അവിടുന്ന് പോകുന്നു. ഇപ്പൊ ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം ജിൻബുവിന്റെ അച്ഛൻ ഒളിച്ചിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അടുത്ത സീനില് ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിപ്പോയ ജിൻബുവിനെ ജിൻഹോ വിളിക്കുന്നു. അപ്പോ ആ ഗിൽഡിന്റെ കാര്യം? അതെ, അതിന് ചെയർമാൻ ഗോ സമ്മതിച്ചു. ഓ, സത്യമായിട്ടും? എന്നാ ഞാൻ ഇപ്പൊ തന്നെ ഒരു ഓഫീസ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാ. അപ്പൊ നിങ്ങളുടെ ഗിൽഡിലേക്ക് ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് സൊങ്ങി അവന്റെ ഇടയിൽ കയറി സംസാരിക്കുന്നു. അപ്പൊ രണ്ടുപേരും വഴക്ക് കൂടുന്നത് കണ്ട് ഈ പിള്ളേരിത് എന്ന് പറഞ്ഞ് ജിൻബു ഫോൺ കട്ട് ചെയ്തു. ഇപ്പൊ ട്രാഫിക് ബ്ലോക്ക് മാറുന്നില്ല. ഈ സമയത്ത് ജിൻബുവിനെ പ്രസിഡന്റ് ഗോ വിളിക്കുന്നു. ഇത് ആ ഗിൽഡിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കാനാണോ എന്ന് ജിൻബു ചോദിക്കുമ്പോ, ഹേയ് അല്ല, ഒരു ബി റാങ്ക് ഡഞ്ചൻ ഗേറ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഹണ്ടേഴ്സിനെ അവിടേക്ക് പറഞ്ഞയച്ചു. പക്ഷെ അവരവിടേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കും, അതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകണമെന്നാണോ നിങ്ങൾ പറയുന്നേ എന്ന് ജിൻബു തിരിച്ചു ചോദിക്കുന്നു. ശേഷം ജിൻബു ആ ഡഞ്ചന്റെ അടുത്തേക്ക് എത്തി. അപ്പൊ അവിടെ കാര്യങ്ങൾ നോക്കുന്ന ഒരു പയ്യൻ എന്നോട് ചെയർമാൻ ബു നിങ്ങൾ ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ ബാക്കിയുള്ളവർ വരുന്നത് വരെ കാത്തിരിക്കുന്നതായിരിക്കും നല്ലത്. അതിന്റെ ആവശ്യമില്ല, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ജിൻബു ആ ഗേറ്റിലൂടെ ആ ഡഞ്ചനിലേക്ക് കയറി പോകുന്നു. പെട്ടെന്ന് അതൊരു റെഡ് ഗേറ്റ് ആയി മാറി. ഓ, ഇത് വീണ്ടും അത്ഭുതങ്ങൾ വന്നതിന്റെ മുകളിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. ഈ കാടിന് എത്ര വലുപ്പം ഉണ്ടാവും? ഞാൻ വൈകിയേ വരുവുള്ളെന്ന് അമ്മയോട് വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഇതധികം സമയം എടുക്കില്ല എന്ന് പറഞ്ഞ് അവിടെയുള്ള മോൺസ്റ്റേഴ്സിനെ കാണുന്ന ജിൻബു അവന്റെ മുഴുവൻ ഷാഡോ ആർമിയെയും പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇവറ്റങ്ങളെ ഒരേ ഒരു വെട്ടിനെ തീർത്ത് കളയാം. ഇവിടെ പുറത്തുള്ള ചാഹേന്റെ അടുത്തേക്ക് ചോയ് വരുമ്പോ അവള് ചോയോട്, കഴിഞ്ഞ റെയ്ഡിലൂടെ എന്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇനിയും ഒരുപാട് സ്ട്രോങ് ആവാനുണ്ട്. അവിടെ ബാക്കിയുള്ളവരെ എന്നെ രക്ഷിക്കുന്നത് വരെ കാത്തിരിക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. പക്ഷെ അവൻ വ്യത്യസ്തനാണ്. എനിക്ക് അവന്റെ കൂടെ എത്തണം, അവന്റെ തോളോട് തോൾ ചേർന്ന് നിൽക്കണം. അതിന് ഞാൻ തീർച്ചയായിട്ടും സ്ട്രോങ് ആവണം എന്ന് ചാഹേൻ പറയുന്നു. ഇവിടെ ഷാഡോ ആർമി മുഴുവൻ ആ ബീസ്റ്റുകളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. ഹണ്ടേഴ്സ് ജനിച്ചത് വേട്ടയാടാനാണ്. ഡഞ്ചൻസുകൾ ക്രൂരമായ ഒരു ലോകമാണ്. ഒരു ഹണ്ടർ എന്ന നിലയിൽ നമ്മൾ എപ്പോഴും ഇരകളാവാൻ തയ്യാറായിരിക്കണം. ഈ ലോകത്ത് നമ്മുടെ സ്ഥാനം എപ്പോഴാണ് മാറി മറിയുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ ലോകത്ത് മരണം എപ്പോഴും ഒരു സ്ഥിരമായ നമ്മുടെ കൂട്ടുകാരനാണ്. എന്നിരുന്നാൽ പോലും ഹണ്ടേഴ്സ് വീണ്ടും അറിഞ്ഞുകൊണ്ട് യുദ്ധങ്ങളിലേക്ക് എടുത്തു ചാടും. അതിന് എത്ര ശത്രുക്കൾ ഉണ്ടെങ്കിൽ പോലും, അവരെത്ര ശക്തരാണെങ്കിൽ പോലും, അവര് പല കാരണങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. കുടുംബത്തെ സംരക്ഷിക്കാൻ, സ്വന്തം വിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ, വിധിയെ വെല്ലുവിളിക്കാൻ, അല്ലെങ്കിൽ അവരെ തന്നെ ബോധ്യപ്പെടുത്താൻ ഹണ്ടേഴ്സ് എപ്പോഴും വേട്ടയാടുക തന്നെ ചെയ്യും. അത് ഇതുവരെ ആരും നിർത്താൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ജിൻബു അവന്റെ സോൾജേഴ്സിന്റെ നടുവിലൂടെ നടന്നു വന്ന് ആരായിരിക്കും അടുത്ത ഇരയാവാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ചിരിക്കുന്ന ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് സോളോ ലെവലിംഗ് സീസൺ 2 അവസാനത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. സോ ഇത് നല്ലൊരു സീസൺ ആയിരുന്നു. മങ്വയിലുള്ള ഒരുപാട് ഭാഗം ഇവർ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ല എപ്പിസോഡ്സ് ആയിരുന്നു. ഇനി നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല. എനിക്ക് ഇതിന്റെ അനിമേഷൻ ജസ്റ്റ് ഓക്കെ ആയിരുന്നു. കാരണം അധികം ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും. ചിലപ്പോൾ ഞാൻ മങ്വ വായിച്ചതുകൊണ്ടായിരിക്കും. മങ്വ വായിക്കുന്ന ആൾക്കാർക്കറിയാം അനിമയാണോ മങ്വയാണോ നല്ലതെന്ന്. സോ അനിമേഷന്റെ കാര്യം അങ്ങനെയാണ്. ബാക്കിയുള്ളതെല്ലാം ഗംഭീരമായിരുന്നു. അടുത്ത സീസൺ ഇതിലും ഗംഭീരമാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ മറ്റൊരു കാര്യം, മങ്വ ചെയ്യണോ വേണ്ടിയോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഉടനെ ഇല്ലെങ്കിലും നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് വൈകാതെ തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ ആനിമോ.